മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഈശായി ജനിപ്പിച്ചു, ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു, ദാവീദ് ഊര്യാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രഹബിയാമെ ജനിപ്പിച്ചു, രഹബിയാം അബിയാവെ ജനിപ്പിച്ചു, അബിയാവ് ആസായെ ജനിപ്പിച്ചു, ആസാ യോശാഫാത്തിനെ ജനിപ്പിച്ചു, യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു, യോരാം ഉസിയാവെ ജനിപ്പിച്ചു, ഉസിയാവ് യോധാമിനെ ജനിപ്പിച്ചു, യോധാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു, ഹിസ്കിയാവ് മനശ്ശെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യൊഹന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യൊഹന്യാവ് ശയൽത്തിയേലിനെ ജനിപ്പിച്ചു, ശയൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു, സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു, അബിഹൂദ് ഏലിയാക്കീമിനെ ജനിപ്പിച്ചു, ഏലിയാക്കീം ആസൂറിനെ ജനിപ്പിച്ചു, ആസൂർ സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആഗീമിനെ ജനിപ്പിച്ചു, ആഗീം എലിഹൂദിനെ ജനിപ്പിച്ചു, എലിഹൂദ് എലിയാസരെ ജനിപ്പിച്ചു, എലിയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളായ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുകയുണ്ട്. നീ അവൻ യേശു എന്ന് പേർ ഇടണമെന്ന് പറഞ്ഞു. കന്നി ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകൻ അവൻ യേശു എന്ന് പേർ വിളിച്ചു.